നമസ്കാരം. ഭാരതത്തിന്റെ അതിർത്തികളിൽ ചൈനയും പാകിസ്ഥാനും ചേർന്ന് മെനയുന്ന കുതന്ത്രങ്ങളുടെ ചതിച്ചരടുകൾ ഇനി വെറുതെയാകും. ശത്രു രാജ്യങ്ങളുടെ ഓരോ കുറുക്കുവഴികൾക്കും രാജ്യം കൃത്യമായ മറുപടി നൽകാൻ പോകുമ്പോഴെങ്കിലും നമ്മുടെ നാട്ടിലെ ചില അയൽപ്പക്ക രാഷ്ട്രീയക്കാർ ഈ പുതിയ മാറ്റം കണ്ട് കണ്ണു തുറന്ന് പഠിക്കണം. ഭാരതത്തിന്റെ പരമാധികാരത്തെയും നമ്മുടെ ധീര സൈനികരുടെ ജീവനെയും വെച്ച് നിരന്തരം പകിട കളിക്കുന്ന ചൈനീസ് കുതന്ത്രങ്ങൾക്കും പാകിസ്ഥാന്റെ ഭീകരവാദ അജണ്ടകൾക്കും ഒരൊറ്റ വെടിക്ക് രണ്ടു പക്ഷി എന്ന മട്ടിൽ കൃത്യമായ മറുപടി നൽകാൻ പോകുന്ന തിയേറ്റർ കമാൻഡ് പദ്ധതി പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇവിടെയുള്ള ചിലരുടെ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട്. അതിർത്തിയിൽ നമ്മുടെ ജവാന്മാരെ എപ്പോഴും പിന്നിൽ നിന്ന് കുത്താൻ തക്കം പാർത്തിരിക്കുന്ന ചൈനയ്ക്കും തീവ്രവാദികളെ അതിർത്തി കടത്തിവിട്ട് നമ്മുടെ മണ്ണിൽ ചോരപ്പുഴ ഒഴുക്കാൻ നോക്കുന്ന പാകിസ്ഥാനും ഇനി കൂട്ടത്തോടെയുള്ള പ്രഹരമാണ് വരാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ചിലർക്ക് ചൈന എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകതരം സ്നേഹവും ബഹുമാനവും ഒക്കെ തലപൊക്കാറുണ്ട്. മുൻപ് ഗൽവാൻ താഴ്വരയിൽ നമ്മുടെ ധീര ജവാന്മാർ ചൈനീസ് പട്ടാളത്തിന്റെ നെഞ്ചുറപ്പ് അളന്ന് അവരെ ഓടിച്ചപ്പോഴും ഇവിടെ ഇരുന്ന് ബെയ്ജിങ്ങിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ച വിപ്ലവ സിംഹങ്ങളെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. പാകിസ്ഥാൻ അതിർത്തി കടന്നു വന്ന് ആക്രമിക്കുമ്പോൾ നമ്മുടെ സൈന്യത്തോട് അതിന്റെ തെളിവ് ചോദിച്ചു നടന്ന ഇവിടുത്തെ ചില രാഷ്ട്രീയ കോമാളികൾക്കുള്ള ഏറ്റവും വലിയ തന്ത്രപരമായ മറുപടിയാണ് മോദി സർക്കാരിന്റെ ഈ പുത്തൻ യുദ്ധതന്ത്രം. ലോകമെമ്പാടുമുള്ള വൻകിട ശക്തികൾ ഭാരതത്തിന്റെ ഈ പുതിയ ചുവടുവെപ്പിനെ അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. എന്താണ് ഈ തിയേറ്റർ കമാൻഡ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ശത്രുക്കൾ എന്തുകൊണ്ട് ഇപ്പോൾ ഭയന്ന് വിറയ്ക്കുന്നുവെന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ വ്യക്തമാകും. നിലവിൽ നമ്മുടെ കരസേനയ്ക്കും നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും വെവ്വേറെ കമാൻഡുകളാണുള്ളത്. രാജ്യത്തുടനീളമായി ചിതറിക്കിടക്കുന്ന 17ഓളം വ്യത്യസ്ത കമാൻഡുകൾ വഴിയാണ് ഈ 3 സേനകളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈന അതിർത്തിയിൽ ചൈനീസ് പട്ടാളം എന്തെങ്കിലും കുരുട്ടുബുദ്ധി കാണിച്ചാൽ നമ്മുടെ ആർമിയും എയർഫോഴ്സും വെവ്വേറെ തലങ്ങളിൽ ആലോചിച്ചും ചർച്ച ചെയ്തുമാണ് മുൻപ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. എന്നാൽ പുതിയ തിയേറ്റർ കമാൻഡ് സംവിധാനം വരുന്നതോടെ ഈ അതിർവരമ്പുകൾ പൂർണ്ണമായും ഇല്ലാതാകും. ചൈനയെ മാത്രം ലക്ഷ്യമിട്ട് ഒരു വടക്കൻ തിയേറ്റർ കമാൻഡും പാകിസ്ഥാനെ എക്കാലത്തേക്കുമായി പൂട്ടാൻ ഒരു പടിഞ്ഞാറൻ തിയേറ്റർ കമാൻഡും ഭാരതത്തിന്റെ വിശാലമായ സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ ഒരു മാരിടൈം തിയേറ്റർ കമാൻഡും വരികയാണ്. അതായത് ചൈനീസ് അതിർത്തിയിൽ ഇനി ഇന്ത്യൻ ആർമിയുടെ വിനാശകരമായ കാലാൾപ്പടയും വ്യോമസേനയുടെ അത്യാധുനിക റഫാൽ യുദ്ധവിമാനങ്ങളും ഒരൊറ്റ സുപ്രീം കമാൻഡറുടെ കീഴിൽ മാത്രമായിരിക്കും ഇനി അണിനിരക്കുക. ചൈന ഇനി ഒരിഞ്ച് മുന്നോട്ട് നീങ്ങാൻ തുനിഞ്ഞാൽ അനുമതിക്കായി ഡൽഹിയിലെ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് ഫയൽ അയച്ച് ദിവസങ്ങളോളം കാത്തിരിക്കുന്ന പഴയ രീതി ഇനി ഉണ്ടാകില്ല. അവിടെ വെച്ച് തന്നെ ചൈനീസ് ഭൂപടം മാറ്റിയെഴുതാനും ശത്രുവിനെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തകർക്കാനുമുള്ള പൂർണ്ണമായ അധികാരം അതത് കമാൻഡർമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പുതിയ നയം വഴി നേരിട്ട് ലഭിക്കുന്നു. ഭാരതത്തിന്റെ മണ്ണിലേക്ക് അനാവശ്യമായി കണ്ണുവെക്കുന്ന ഏതൊരു ആഗോള ശക്തിയെയും അവിടെ വെച്ച് തന്നെ തീർക്കാൻ കെൽപ്പുള്ള ഒരു പുതിയ വാർ മെഷീനാണ് നമ്മൾ നിർമ്മിക്കുന്നത്. മുൻപ് രാജ്യം ഭരിച്ചിരുന്ന ദുർബലരായ സർക്കാരുകൾക്ക് ചൈനയെയും പാകിസ്ഥാനെയും വലിയ ഭയമായിരുന്നു എന്നത് ചരിത്ര സത്യമാണ്. 1999 നടന്ന കാർഗിൽ യുദ്ധത്തിന് ശേഷം തന്നെ ഇത്തരമൊരു സംയുക്ത തിയേറ്റർ കമാൻഡ് രാജ്യത്തിന് അനിവാര്യമാണെന്ന് ഉന്നതതല വിദഗ്ധ സമിതികൾ കൃത്യമായി ശുപാർശ ചെയ്തിരുന്നു. പക്ഷേ അന്നത്തെ കോൺഗ്രസ് ഭരണാധികാരികൾക്ക് ശത്രു രാജ്യങ്ങളെ നേരിട്ട് തൊടാൻ വലിയ പേടിയായിരുന്നു. പ്രതിരോധ ഫയലുകൾ വർഷങ്ങളോളം ചുവപ്പ് നാടയിൽ കെട്ടിപ്പൂട്ടി വെച്ച് അവർ നമ്മുടെ ജവാന്മാരുടെ സുരക്ഷയേക്കാൾ കോർപ്പറേറ്റുകൾക്കും വിദേശ ശക്തികൾക്കും പരവതാനി വിരിക്കാനാണ് താല്പര്യപ്പെട്ടത്. എന്നാൽ ഭാരതത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും ഒത്തുതീർപ്പില്ലാത്ത നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഈ നിസ്സംഗതയ്ക്ക് അറുതി വന്നത്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന പരമോന്നത പദവി സൈന്യത്തിൽ യാഥാർത്ഥ്യമാക്കിയതും ഇപ്പോൾ പുതിയ CDS ജനറൽ NS രാജസുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ തിയേറ്റർ കമാൻഡിന് അന്തിമ രൂപം നൽകിയതും മോദി സർക്കാരിന്റെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. ശത്രുവിനോട് ഇരന്നു വാങ്ങുന്നതല്ല സമാധാനം, മറിച്ച് ശത്രുവിനെ ഭയപ്പെടുത്തി നിർത്തുന്നതാണ് യഥാർത്ഥ സമാധാനമെന്ന് ഈ സർക്കാർ തെളിയിച്ചു കഴിഞ്ഞു. ഈ ചരിത്രപരമായ പുനഃസംഘടന പൂർത്തിയാകുന്നതോടെ നമ്മുടെ അതിർത്തികൾ കൂടുതൽ ഭദ്രമാകും. ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങൾ ഉണ്ടായാൽ വടക്കൻ കമാൻഡും പാകിസ്ഥാന്റെ ഭീകരവാദ ശ്രമങ്ങൾ ഉണ്ടായാൽ പടിഞ്ഞാറൻ കമാൻഡും ഒരേ സമയം ശത്രുവിന്റെ നെഞ്ചിലേക്ക് തുളച്ചുകയറുന്ന വെടിയുണ്ടകളായി മാറും. ഇനിയെങ്കിലും വിദേശ രാജ്യങ്ങളുടെ കുതന്ത്രങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ശത്രുവിന്റെ നെഞ്ചിലേക്ക് നേരിട്ട് വേഗതയേറിയ വെടിതീർക്കാൻ കെൽപ്പുള്ള ഒരു പുതിയ ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ നമുക്ക് അഭിമാനത്തോടെ പങ്കാളികളാകാം. ഇനി ചൈനയോ പാകിസ്ഥാനോ ഭാരതത്തിന്റെ പുണ്യഭൂമിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ധൈര്യപ്പെടില്ല. കാരണം അവർക്കെതിരെ പ്രയോഗിക്കാൻ പോകുന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഒരു വലിയ ഉരുക്കുകോട്ടയാണ്.
ലിംഗഭേദമില്ലാതെ തുല്യവേതനവും പൂർണ്ണ സുരക്ഷയും നൽകി സ്ത്രീകളെ പോലും പ്രതിരോധത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ഈ പുതിയ കാലത്ത് നമ്മുടെ സൈന്യത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ആധുനികവൽക്കരിക്കാൻ മോദി സർക്കാർ കാട്ടുന്ന ഈ ആർജവം കണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ചിലർക്ക് അസൂയ മൂക്കുകയാണ്. വികസന വിരുദ്ധ സമരങ്ങളും രാജ്യവിരുദ്ധ വക്കാലത്തുകളും നയിച്ചു ശീലിച്ച ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് കേന്ദ്രത്തിന്റെ ഏത് നല്ല കാര്യത്തെയും കറുത്ത നിയമമെന്ന് വിളിച്ച് ആക്ഷേപിക്കാനേ അറിയൂ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ദാസ്യവേല ചെയ്യുന്നവരും പാകിസ്ഥാന്റെ വ്യാജ സമാധാന പ്രേമത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടുന്നവരും ഈ അത്യാധുനിക പ്രതിരോധ കോട്ട കണ്ട് ഇപ്പോൾ കണ്ണു തള്ളുകയാണ്. അമേരിക്കയും ചൈനയും ഒക്കെ കാലങ്ങളായി തങ്ങളുടെ സൈനിക മേധാവിത്വത്തിനായി ഉപയോഗിക്കുന്ന ഈ തന്ത്രം ഇന്ത്യ സ്വന്തമാക്കുന്നതോടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ശത്രുവിനെ വേരോടെ പിഴുതെറിയാൻ ഭാരതത്തിന് സാധിക്കും. യുദ്ധം ചെയ്യാൻ മാത്രമല്ല, യുദ്ധം വരാതെ ശത്രുവിനെ ഭയപ്പെടുത്തി നിർത്താനും ഈ പുതിയ സംവിധാനം നമ്മെ പ്രാപ്തരാക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളും ആയുധങ്ങളും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ഇത് സൈന്യത്തിന്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുകയും കൂടുതൽ കാര്യക്ഷമത നൽകുകയും ചെയ്യും. ലക്ഷക്കണക്കിന് യുവാക്കളുടെ സ്വപ്നമായ ശക്തമായൊരു ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടിലേക്ക് രാജ്യം അതിവേഗം കുതിക്കുമ്പോൾ അതിന് കാവലൊരുക്കാൻ ഇന്ത്യൻ സൈന്യം ഒരൊറ്റ മനസ്സോടെയും ഒരൊറ്റ ലക്ഷ്യത്തോടെയും മാറുകയാണ്. CDS സമർപ്പിക്കുന്ന ഈ അന്തിമ നിർദ്ദേശം പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ മുന്നിലെത്തും. അവിടെ നിന്നുള്ള പച്ചക്കൊടി കൂടി ലഭിക്കുന്നതോടെ ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പുതിയ അധ്യായത്തിന് തുടക്കമാകും. ഇന്ത്യൻ സൈന്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കാനും ശത്രുക്കളുടെ ഏത് അത്യാധുനിക നീക്കങ്ങളെയും നിഷ്പ്രഭമാക്കാനും ഈ തിയേറ്റർ കമാൻഡ് സംവിധാനത്തിന് സാധിക്കും. രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ അതിന് കാവലൊരുക്കുന്ന നമ്മുടെ സൈന്യവും കാലത്തിനനുസരിച്ച് സ്മാർട്ടാകുകയാണ്. മോദി സർക്കാരിന്റെ കീഴിൽ കൂടുതൽ സുരക്ഷിതത്വവും ശക്തവുമായ ഒരു ഭാരതത്തിനായുള്ള ഈ വലിയ ചുവടുവെപ്പ് ഓരോ ഇന്ത്യൻ പൗരനും അഭിമാനിക്കാവുന്ന ഒന്നാണ്. കൂടുതൽ കരുത്തുറ്റ സേന, കൂടുതൽ സുരക്ഷിതമായ അതിർത്തികൾ, ഒരു പൗരനെന്ന നിലയിൽ അഭിമാനത്തോടെ നമുക്ക് പറയാം, നമ്മുടെ രാജ്യം സുരക്ഷിതമായ കൈകളിലാണ്. ഇനി വരാനിരിക്കുന്നത് ചൈനയുടെ തകർച്ചയും പുതിയ ഭാരതത്തിന്റെ അത്ഭുതകരമായ വിജയഗാഥയുമാണ്. ശത്രുവിന്റെ കണ്ണ് ഇനി നമ്മുടെ അതിർത്തിയിൽ പതിച്ചാൽ കണ്ണ് പിഴുതെടുക്കുന്ന പുതിയ ഭാരതത്തിന്റെ ഈ വജ്രായുധം നമ്മുടെ അതിർത്തികളിൽ പാറാവുകാരനായി നിലകൊള്ളും. വരും തലമുറകൾക്കായി കൂടുതൽ സുരക്ഷിതമായ ഒരു നാളേക്കായി നമുക്ക് ഈ മുന്നേറ്റത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. ഈ കമാൻഡുകൾ വരുന്നതോടെ നിലവിലുള്ള ആർമി, നേവി, എയർഫോഴ്സ് മേധാവികളുടെ പദവിക്ക് എന്ത് സംഭവിക്കുമെന്നൊരു ചോദ്യം ഉയർന്നേക്കാം. ഇവിടെയാണ് ഈ പരിഷ്കരണത്തിന്റെ ഏറ്റവും ബുദ്ധിപരമായ വശം. 3 സേനാ മേധാവികളും അവരുടെ സ്ഥാനത്ത് തന്നെ തുടരും. പക്ഷേ അവരുടെ പ്രധാന ചുമതലകൾ മാറും. യുദ്ധം നേരിട്ട് നയിക്കുന്നതിന് പകരം അവർ തങ്ങളുടെ സേനകളിലെ അംഗങ്ങൾക്ക് മികച്ച പരിശീലനം നൽകുക, ആധുനിക ആയുധങ്ങൾ ലഭ്യമാക്കുക, പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. യുദ്ധം ചെയ്യാനുള്ള പൂർണ്ണമായ ചുമതല അതത് തിയേറ്റർ കമാൻഡർമാർക്കായിരിക്കും. ഇത് സൈന്യത്തിന്റെ പ്രവർത്തനക്ഷമത ഇരട്ടിയാക്കും. അമേരിക്ക, ചൈന തുടങ്ങിയ ആഗോള സൈനിക ശക്തികളുടെ അതേ നിരയിലേക്ക് ഇന്ത്യയും ഉയരുകയാണ്. വൻ ശക്തികളെല്ലാം തങ്ങളുടെ സൈനിക വിജയം ഉറപ്പാക്കുന്നത് ഇത്തരം ഏകീകൃത കമാൻഡുകളിലൂടെയാണ്. ആധുനിക യുദ്ധങ്ങൾ വെറും മണ്ണിലോ വിണ്ണിലോ കടലിലോ മാത്രം ഒതുങ്ങുന്നതല്ല. സൈബർ ആക്രമണങ്ങൾ വഴി ഒരു രാജ്യത്തിന്റെ പവർ ഗ്രിഡുകളും വാർത്താവിനിമയ സംവിധാനങ്ങളും തകർക്കാൻ ശത്രുക്കൾക്ക് കഴിയും. ഉപഗ്രഹങ്ങൾ വഴിയുള്ള സ്പേസ് യുദ്ധമുറകളും ഡ്രോൺ സാങ്കേതിക വിദ്യകളും ഇന്ന് സജീവമാണ്. ഇത്തരം ആധുനിക യുദ്ധമുഖങ്ങളിൽ വിജയിക്കാൻ പരമ്പരാഗതമായ സൈനിക രീതികൾ മാത്രം പോരാ. 3 സേനകളുടെയും വിഭവങ്ങളും അറിവുകളും ഒരൊറ്റ കമാൻഡിന് കീഴിൽ ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ സൈബർ സുരക്ഷയും ബഹിരാകാശ സുരക്ഷയും ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കൂ. തിയേറ്റർ കമാൻഡ് നടപ്പിലാകുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ധനവിനിയോഗവും കൂടുതൽ കാര്യക്ഷമമാകും. സേനകൾ വെവ്വേറെ ഒരേതരം ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും വാങ്ങുന്നതിനു പകരം സംയുക്തമായ വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് വഴി കോടിക്കണക്കിന് രൂപ രാജ്യത്തിന് ലഭിക്കുന്നു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയൊരു കരുത്തായി മാറും. വരും തലമുറകൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഈ വലിയ സുരക്ഷാ കോട്ട സഹായിക്കുമെന്നതിൽ തർക്കമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.